പി ജെ വിൻസെന്റ് കൂടി ചേരുന്നുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറുക മാത്രമല്ല, അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും ബന്ദിയാക്കുന്നു. കാരക്കാസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ബോംബിംഗ് നടത്തുന്നു. അമേരിക്കയുടെ ഈ നീക്കം, ആ നീക്കത്തെ നമ്മൾ എങ്ങനെ കാണേണ്ടതാണ് ഗൗരവത്തോടെ ഈ ഘട്ടത്തിൽ? അമേരിക്ക അതിന്റെ സൂപ്പർ പവർ, ഏക ശക്തി എന്ന നിലയ്ക്ക് വീണ്ടും ലോകത്തിന് മുന്നിൽ ശക്തിപ്രകടനം നടത്തുന്നതിന്റെ ഒരു സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ. മരിയ കൊറിനോ മച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയപ്പോൾ തന്നെ വെനിസ്വേലയിൽ അമേരിക്ക നടത്താൻ പോകുന്ന സൈനിക നീക്കത്തിന്റെ ചിത്രം ഏറെക്കുറെ വ്യക്തമായിരുന്നു. അതോടൊപ്പം കരീബിയൻ മേഖലയിലും പസഫിക് ഓഷ്യന്റെ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളിലും ഡ്രഗ് കാർട്ടലുകൾക്കെതിരെ സൈനിക നടപടി എന്ന പേരിൽ അമേരിക്ക കഴിഞ്ഞ 20 ദിവസങ്ങളിലായിട്ട് സൈനിക നടപടി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. വെനിസ്വേലയിൽ മഡൂറോയുടെ ഗവൺമെന്റ് ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് അല്ല എന്ന നിലപാടാണ് ട്രംപ് നിരന്തരമായി പുലർത്തുന്നത്. ക്യൂബയെയും വെനിസ്വേലയെയും നേരത്തെ തന്നെ ഈ ഒരു ടെററിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഏകാധിപത്യ രാഷ്ട്രങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്തി അവിടുത്തെ ഗവൺമെന്റുകളെ ഡീസ്റ്റബിലൈസ് ചെയ്യാനുള്ള സംഘടിതമായ പരിശ്രമങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ട് വരികയാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അവിടെ മരിയ കൊറിനോ മച്ചാഡോ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്. അവര് സമാധാനത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്കാണ് അവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കുന്നത്. അതിനകത്തുനിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു മഡൂറോയെ അട്ടിമറിക്കുന്നതിനുള്ള ഒരു സാഹചര്യ നിർമ്മിതിയാണ് ഇതിലൂടെ അമേരിക്കയും ഉദ്ദേശിക്കുന്നതെന്ന്. മാത്രവുമല്ല, വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് അവരുടെ ഔദ്യോഗിക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സമർപ്പിച്ചത് ട്രംപിനാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ വെനിസ്വേലയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്, ലോകം അംഗീകരിക്കുന്ന ആളാണ് മഡൂറോ. അവിടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ വെനിസ്വേലയിൽ പ്രതിപക്ഷത്തിന്റെ സഹായം കൂടി അവിടെ സൈനിക നടപടി നടത്തുകയും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന് മേലെ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് വി ഹാവ് ക്യാപ്ചേർഡ് മഡൂറോ along with his wife എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ പല സംഘടിത കുറ്റവാളി സംഘങ്ങളുടെയും മാഫിയ സ്ഥിതികളുടെയും ഒക്കെ നേതാക്കന്മാരെയാണല്ലോ ഇങ്ങനെ പോലീസ് നടപടിയിലൂടെയും സൈനിക നടപടിയിലൊക്കെ പിടിച്ചെടുക്കുന്നത്. അതുപോലെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയുമാണ് ഞങ്ങൾ പിടിച്ചെടുത്ത് അവരെ ഞങ്ങളെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം അവരെ ഫ്ലോൺ ഔട്ട് ഓഫ് ദ കൺട്രി, രാജ്യത്ത് പുറത്തേക്ക് ഞങ്ങൾ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ലക്ഷണമൊത്ത ഒരു മാഫിയ ഭരണത്തിന്റെ സൂചനയാണ്. ഈ വെനിസ്വേലയ്ക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ആ രാജ്യം പരിഹരിക്കേണ്ടതാണ്, അവിടുത്തെ ജനത പരിഹരിക്കേണ്ടതാണ്, അമേരിക്കയല്ല. വളരെയധികം നന്ദി ശ്രീ പി ജെ വിൻസെന്റ് പ്രതികരിച്ചതിന്. അക്ഷയ കൂടി തുടരുന്നുണ്ട്. അക്ഷയ, അങ്ങനെ രാജ്യത്ത് നടത്തുന്ന ഒരു മിന്നൽ ആക്രമണമാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ വെനിസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും എവിടേക്കിപ്പോൾ എത്തിച്ചിട്ടുണ്ട്? ഇത് സംബന്ധിച്ച് ട്രംപ് തന്നെ സ്ഥിരീകരണം നടത്തുകയും ചെയ്യുമ്പോൾ ഇനിയുള്ള അടുത്ത ഘട്ടം നീക്കങ്ങൾ എന്താണ്? ട്രംപ് തന്നെ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിദഗ്ധരൊക്കെ, വിദേശകാര്യ വിദഗ്ധരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള അമേരിക്കയുടെ കടന്നുകയറ്റവും അരാജകത്വ നടപടികൾക്കുമാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ധാതു വിഭവ ശേഖരമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് വെനസ്വേല. അവിടെ മയക്കുമരുന്ന് കടത്ത് അമേരിക്കയിൽ നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കരീബിയൻ കടലിൽ ബോട്ടുകൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണം തുടങ്ങിയത്. പിന്നാലെ ഇതാ 30 മിനിറ്റിനുള്ളിൽ ഒരു രാജ്യത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്. 2012-13 കാലഘട്ടത്തിലാണ് നിക്കോളസ് മഡൂറോ വെനസ്വേലയിൽ അധികാരമേൽക്കുന്നത്. അന്നു മുതൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുള്ള നീക്കങ്ങളാണ്. ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത് തന്റെ കീഴിൽ നിൽക്കുന്ന ഒരാളെ അവിടെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും പിടികൂടിയതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ വെനസ്വേലയിൽ നിലവിൽ നടക്കുന്ന ഭരണത്തിന്റെ തലച്ചോറ്, ബ്രെയിൻ, അത് ഈ മഡൂറോയുടെ ഭാര്യയാണെന്നുള്ള കരുതലിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടി ഇപ്പോൾ തടങ്കലിലാക്കിയിരിക്കുന്നത്. 4 മാസമായി നടന്ന 35 ആക്രമണത്തിൽ ഏകദേശം 118 പേരാണ് കൊല്ലപ്പെടുന്ന
സാഹചര്യം ഉണ്ടായത്. വെനസ്വേലൻ തലസ്ഥാനത്തെ പൂർണ്ണമായും അധീനതയിൽ ആക്കിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. സ്ഫോടനങ്ങളൊക്കെ നടക്കുന്ന സമയത്തും തങ്ങൾ കീഴടങ്ങില്ല, ഏതു ചർച്ചയ്ക്ക് വേണമെങ്കിലും തയ്യാറാണ് എന്ന് ഇന്നലെ വരെ മദൂറോ പറയുന്നതായിട്ടുള്ള പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇതാ ഇരുവരെയും ഞാൻ കീഴടക്കിയിരിക്കുന്നു, എന്റെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ബന്ദികളാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. അമേരിക്ക നിലവിലിപ്പോൾ റഷ്യയും ചൈനയും വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നാണ്. ഇറാൻ നേരത്തെ തന്നെ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള അരാജകത്വ നടപടികൾക്കെതിരെ, കിരാത വാഴ്ചകൾക്കെതിരെ ഇറാൻ അവരുടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിനിടയിലും ഇറാന്റെ പരമോന്നത നേതാവ് പ്രതികരണം അറിയിച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ നടക്കുന്നത് തീർത്തും നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്ക ലോകത്തിലെ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ ആ സൂപ്പർ പവറിനെ കൊണ്ട് ട്രംപിന്റെ ഏത് തരത്തിൽ പറയണമെന്ന് അറിയില്ല എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയേണ്ടി വരും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുകളിൽ കയറിയുള്ള ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെ.